ഹേയ്, ഒരു മാജിക് പഠിപ്പിച്ചിട്ടെ. ഞാൻ ആ മാജിക്കുമായിട്ട് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആണ്. അതിന് വലിയൊരു കഥയുണ്ട്. എനിക്കൊരു 8 വയസ്സുള്ള സമയത്ത് ഞാനും പപ്പയും കൂടെ എറണാകുളത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ആ ടൈമിൽ എൻ്റെ എന്തോ ഒരു കുരുത്തക്കേട് കാരണം പപ്പ എന്നെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. എനിക്ക് പക്ഷേ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും നമുക്കത് ഭയങ്കര സങ്കടമാകത്തില്ലേ. അതുകൊണ്ട് പക്ഷേ പപ്പയ്ക്ക് മനസ്സിലായി ഞാൻ കുറച്ച് മൂഡ് ഓഫ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പപ്പ എന്നെ ഒരു മാജിക് കാണിച്ചു. പപ്പ അന്ന് ചെയ്തത് എന്നെ ഒരു നോട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു. കാണിച്ചിട്ട് പപ്പ ആ നോട്ട് രണ്ടറ്റത്തു നിന്നും പതിയെ നടുക്കോട്ട് മടക്കിയതിന് ശേഷം അത് പപ്പയുടെ 2 വിരലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് പപ്പ പതിയെ ഒരു വിരലങ്ങ് എടുത്തു. ഞാൻ നോക്കുമ്പോൾ ആ നോട്ട് ഇങ്ങനെ പപ്പയുടെ ഒരു വിരൽ ബാലൻസ് ആയി നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അത്രയും നേരം സങ്കടപ്പെട്ട എൻ്റെ ആ ഒരു മൈൻഡ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആയിട്ട് ഇതെങ്ങനെയാണെന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഞാനിങ്ങനെ നോക്കി നിൽക്കുക. പപ്പ എന്നിട്ട് പതി ഇതിങ്ങനെ മൂവ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്തു. ഇതിങ്ങനെ പതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പം ഞാൻ പപ്പയോട് ചോദിച്ചു, ആ നോട്ട് എൻ്റെ കയ്യിലും തരാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ നോട്ട് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഞാൻ ഈ നോട്ട് പിടിച്ചിട്ട് നേരെ വെച്ച് നോക്കുമ്പം അത് ഇരിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, പപ്പ ഇത് തുപ്പലിട്ട് വല്ല ഒട്ടിച്ചാണെന്ന് ഞാൻ ചോദിച്ചു. പപ്പ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു. ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ അതിൻ്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. പപ്പ അന്നേരം അതിൻ്റെ ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് പപ്പയുടെ കയ്യിൽ ഓൾറെഡി ഒരു കോയിൻ ഉണ്ടായിരുന്നു. ഈ കോയിൻ പപ്പ കയ്യിൽ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ നോട്ട് ഇങ്ങനെ മടക്കുന്ന സമയത്ത് പതി ഈ കോയിനിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ഈ നോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് ബാലൻസ് ആയി നിൽക്കും. അതാണ് ഇതിൻ്റെ ട്രിക്ക്. പക്ഷേ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് എൻ്റെ തരുന്ന സമയത്ത് പപ്പ പതിയെ ഈ കോയിൻ കൈക്കകത്തേക്ക് വെച്ചിട്ടാണ് നോട്ട് എൻ്റെ തരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് ബാലൻസ് ആയി നിൽക്കത്തുമില്ല. നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ടൊന്ന് പ്രാക്ടീസും ചെയ്തു. ചിലപ്പം ആരെങ്കിലും മൂഡ് നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചാലോ ഇതുകൊണ്ട്. താങ്ക് യു.